മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. ഇതിന്റെ പട്ടിക മുഖ്യമന്ത്രി ഗവർണർക്ക് കൈമാറുകയും ചെയ്തു. ഉന്നത വിദ്യാഭ്യാസം റോജി എം ജോണിന് നൽകിയതായാണ് വിവരം. എം ലിജുവിന് എക്സൈസിനൊപ്പം സഹകരണം കൂടി നൽകി. സർക്കാർ അധികാരമേറ്റത് 3-ാം ദിവസമാണ്. ഇതുവരെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടരുന്നതിനാലായിരുന്നു വിജ്ഞാപനം പുറത്തിറക്കാതിരുന്നത്. എന്നാൽ ഇപ്പോൾ VDS സർക്കാരിന്റെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പുറത്തായി എന്നാണ് വിവരം. കേരയിൽ പദ്ധതി റദ്ദാക്കി. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനവും റദ്ദാക്കി. ഭൂമി ഏറ്റെടുക്കൽ തീരുമാനം റദ്ദാക്കി. പോലീസ് കേസുകൾ പിൻവലിക്കാനുള്ള ശുപാർശയും സമർപ്പിക്കുമെന്നും മഞ്ഞക്കുറ്റി നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SC/ST തഹസിൽദാർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്തു. SC/ST തഹസിൽദാർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ റാങ്ക് ലിസ്റ്റ് കാലാവധി തീരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്ത് ലാൻഡ് റവന്യൂ വകുപ്പ്. 27 ഒഴിവുകൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യണമെന്ന കോടതി ഉത്തരവുണ്ടായിട്ടും അവസാന ദിവസവും നടപടിയില്ലാത്തത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ലാൻഡ് റവന്യൂ വകുപ്പിന്റെയും ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിന്റെയും ധൃതി പിടിച്ച നടപടി. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തും പീഡനവും. അന്വേഷണം സിനിമ സീരിയൽ താരങ്ങളിലേക്ക്. മുഖ്യപ്രതി സിന്ധുവിന്റെ മകളുടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുമായി ചില താരങ്ങൾക്ക് ബന്ധമുണ്ടെന്നാണ് വിവരം. സെക്സ് റാക്കറ്റുമായി താരങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും. ഇരകളെ നിർബന്ധിപ്പിച്ച് നാട്ടിലേക്ക് സ്വർണം കടത്തിയെന്നും സംശയമുണ്ട്. സിന്ധുവാണ് ദുബൈയിൽ ഫാഷൻ ഷോ ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ച് മോഡലുകൾക്ക് വിസ സൗകര്യങ്ങൾ നൽകിയത്. മോഡലിംഗ് പരിശീലനം, ജോലി, ദുബായ് വീഡിയോ ഷൂട്ട്, ആഡംബര ഹോട്ടലിൽ താമസം, വിനോദയാത്ര എന്നിവ വാഗ്ദാനം ചെയ്താണ് യുവതികളെ പ്രലോഭിപ്പിക്കുന്നത്. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസ്. LDF സർക്കാർ അധികാരം ഒഴിയും മുമ്പ് പ്രതികൾക്ക് കൂട്ടപ്പരോൾ. 1-ാം പ്രതി പീതാംബരൻ, 4-ാം പ്രതി അനിൽ, 5-ാം പ്രതി ഗിജിൻ, 7-ാം പ്രതി അശ്വിൻ, 15-ാം പ്രതി സുരേന്ദ്രൻ എന്നിവർക്കാണ് പരോൾ അനുവദിച്ചത്. LDF സർക്കാർ അധികാരം ഒഴിയും മുമ്പ് തിരക്കിട്ട പരോൾ അനുവദിക്കുകയായിരുന്നു. 20 ദിവസത്തേക്ക് പരോൾ ലഭിച്ച ഇവരെല്ലാം കാസർഗോഡ് ജില്ലയിലെത്തിയിട്ടുണ്ട്.